ഹായ്. അപ്പോൾ ടോപ്പിക്ക് പറഞ്ഞേക്കുന്ന പോലെ തന്നെ ആണ് സംഭവം കേട്ടോ. അപ്പം ആക്ച്വലി ഐ ട്രാവൽഡ് വിത്ത് MS ധോണി, നമ്മുടെ ക്രിക്കറ്റർ. അതൊരു ഭയങ്കര ഒരു സംഭവം കേട്ടോ. എനിക്ക് പിന്നെ പൊതുവേ ഞാൻ എങ്ങനെ എന്നെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കെപ്പോഴും ഭാഗ്യങ്ങളും ലക്കും ഒക്കെ ഉണ്ടല്ലോ. എനിക്ക് ഇങ്ങനെ അടുത്ത് വരെ വന്നിട്ടുണ്ടല്ലോ, ടേൺ എടുത്തങ്ങ് പോകും. യൂഷ്വലി അങ്ങനെയാണ് നടക്കാറ്. അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വേറൊരു വീഡിയോയ്ക്കകത്ത് ഇതിനെക്കുറിച്ച് ചെറുതായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ഒറ്റ ഒരു പ്രാവശ്യം മാത്രമേ ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഒറ്റ ഒരു പ്രാവശ്യം ട്രാവൽ ചെയ്തിട്ടുള്ളൂ. വിത്തിൻ ഇന്ത്യ ആണ് കേട്ടോ. വിത്തിൻ ഇന്ത്യ ആണ് ട്രാവൽ ചെയ്തത്. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിലായിരുന്നു. അപ്പം ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനത് പൈസ കൊടുത്ത് ബിസിനസ് ക്ലാസ്സിൻ്റെ ടിക്കറ്റ് വാങ്ങിച്ചല്ല ഞാനത് യാത്ര ചെയ്തത്. അതാണ് മെയിൻ തിങ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മറ്റേ വീഡിയോയിൽ ഒരെണ്ണത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അഹമ്മദാബാദിൽ നിന്ന് ചെന്നൈയിലോട്ട് വരുന്ന സമയമായിരുന്നേ. അപ്പോൾ ഏർലി മോർണിംഗ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ ലാംഗ്വേജ് സംസാരിക്കുന്ന ഇംഗ്ലീഷ് കുട്ടികളോട് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന വീഡിയോയ്ക്ക് അതാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പം ഏർലി മോർണിംഗ് 5 മണി ആയപ്പോഴത്തേക്കിന് ഞാൻ UK വെക്കേഷന് വരുമായിരുന്നു. അപ്പോൾ അഹമ്മദാബാദ് വന്നിട്ട് അവിടെ നിന്നായിരുന്നു എൻ്റെ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ടു ചെന്നൈ. അപ്പം ഏർലി മോർണിംഗ് 5 മണിയായിരുന്നു. അപ്പം ഞാനായിരുന്നു ആദ്യം ക്യൂവിൽ നിൽക്കുന്നത്. അപ്പോൾ ക്യൂവിൽ നിന്നപ്പം എന്നോട് സെക്യൂരിറ്റി എന്തോ ഹിന്ദിയിൽ ചോദിച്ചു കേട്ടോ. എയർ ഇന്ത്യയുടെ ഫ്രണ്ടിൽ ലൈനിലുള്ള സെക്യൂരിറ്റി എന്തോ എന്നോട് ഹിന്ദിയിൽ ചോദിച്ചു. പക്ഷേ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ഹിന്ദി അറിയത്തില്ല, എന്നോട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറഞ്ഞു. ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറഞ്ഞപ്പം ആളെന്നെ കളിയാക്കിയിട്ട് ഒരു വല്ലാത്ത രീതിയിലൊന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ഹിന്ദി അറിയത്തില്ലേ, സംജാൻ നെയ്യ് അങ്ങനെ എന്തോ ഒന്ന് പറഞ്ഞു കേട്ടോ. ഹിന്ദി അറിയത്തില്ലേ എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു, എന്തായാലും ക്യൂ ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല, പോകാൻ പറഞ്ഞു. എവിടെയെങ്കിലും പോയി ഇരുന്നിട്ട് ക്യൂ ഓപ്പൺ ആകുമ്പോൾ വരാൻ പറഞ്ഞു. അപ്പോൾ ഓക്കെ ഫൈൻ, ഞാനും പോയിട്ട് എനിക്ക് തോന്നുന്നൊരു 15-20 മിനിറ്റ്സിനകത്ത് ക്യൂ ഓപ്പൺ ആയപ്പം ഞാൻ തന്നെയായിരുന്നു ആദ്യമേ വന്ന് നിന്നത്. ഞാൻ ആദ്യമേ വന്ന് നിന്നത് കൊണ്ട് എന്നോട് പറഞ്ഞു ബാക്കിൽ പോയി നിൽക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു ക്യൂ സ്റ്റാർട്ടായി, ഞാൻ ആദ്യമേ വന്ന് നിൽക്കുകയല്ലേ, അപ്പം എന്നോട് എന്തിനാ ബാക്കിൽ പോകാൻ പറഞ്ഞു. അപ്പം പുള്ളിക്ക് എന്തോ ഹിന്ദി അറിയാത്തതിൻ്റെ ഒരു ഇത് കാണിക്കുന്ന പോലെ എനിക്ക് തോന്നി. എനിക്കറിയാത്തതിൻ്റെ ഒരു ഇത് വെച്ചാൽ പുള്ളി പറഞ്ഞതെന്ന് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു, ഞാനാണ് ആദ്യമേ വന്ന് നിന്നത്, ഇപ്പോഴും ഞാനാണ് ആദ്യമേ വന്ന് നിൽക്കുന്നത്, എന്തുകൊണ്ട് എന്നെ പുറകെ പോയി നിൽക്കാൻ പറയുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഭയങ്കര ബഹളം വെച്ചു കേട്ടോ. ആൾ എന്നോട് ഇംഗ്ലീഷിലേ സംസാരിക്കുന്നില്ല, എന്നോട് സംസാരിക്കുന്ന മൊത്തം ഹിന്ദിയിലാണ്. എനിക്കാണെങ്കിൽ ഹിന്ദി അറിയത്തില്ല. ഹിന്ദി കുറച്ച് മനസ്സിലാവുന്നല്ലാതെ എനിക്ക് ഇങ്ങനെ പ്രോപ്പറായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ മനസ്സിലാകത്തില്ല. അപ്പം ഞാനെന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഞാൻ ബഹളം ഉണ്ടാക്കി, ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് എയർ ഇന്ത്യയിൽ നിന്ന് ഒരു സ്റ്റാഫ് വന്നിട്ട് എന്നോട് ചോദിച്ചു, എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഹിന്ദി അറിയത്തില്ലെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഷുഡ് ഐ ഗോ ബാക്ക് ആൻഡ് സ്റ്റാൻഡ്, ഐ വാസ് സപ്പോസ് ടു ബി ഹിയർ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, കെൻ യു കം എന്ന് പറഞ്ഞു. എന്നെ അകത്തോട്ട് വിളിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു, ഇതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഒരു എയർലൈനിൽ ഇവിടെ എത്ര ഫോറിനേഴ്സ് വരാറുണ്ട്, എല്ലാവരും ഹിന്ദി അറിഞ്ഞിട്ടാണോ വരുന്നത്? അല്ലല്ലോ. സോ യു കനോട്ട് എക്സ്പെക്ട് സംബഡി ടു സ്പീക്ക് ഓൺലി ഇൻ ഹിന്ദി എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ദാറ്റ് വാസ് വാലിഡ് ഫോർ മീ, ഐ തിങ്ക് ഈവൻ ദേ ഫീൽ സോ. അപ്പം പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെന്നോട് പറഞ്ഞു, എന്നെ ആക്ച്വലി ഒന്ന് കാം ഡൗൺ ആക്കാൻ വേണ്ടി അവരെന്നോട് പറഞ്ഞു, വിൽ അപ്ഗ്രേഡ് യുവർ സീറ്റ് ടു ബിസിനസ് ക്ലാസ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ഓക്കെ ബിസിനസ് ക്ലാസ് എന്ന് പറഞ്ഞ് ഞാനും ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ എയർ ഇന്ത്യയുടെ ബിസിനസ് ക്ലാസ്സിലോട്ട് കയറുന്നത്. ബിസിനസ് ക്ലാസ്സിൽ ഞാൻ കയറിയിട്ട്, എയർ ഇന്ത്യ ആണ് കേട്ടോ, അധികം ആളൊന്നും കാണത്തില്ലല്ലോ. അതുപോലെ തന്നെ ഞാനിരിക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ഒരാളിരിപ്പുണ്ട്, അതല്ലാതെ വേറെ ആരുമില്ല. അതായിരുന്നു അവസ്ഥ. അപ്പം ഈ ബിസിനസ് ക്ലാസ് ആയതും കൊണ്ട് തന്നെ ഒരു 10-15 മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലുമൊക്കെ വന്നിട്ട് എൻ്റെ മുന്നേ ഇരിക്കുന്ന ആളിനോട് ചോദിക്കും, എന്തെങ്കിലും വേണോ, അത് വേണോ, ഇത് വേണോ. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ ഈ പറഞ്ഞ പോലെ അപ്ഗ്രേഡ് ചെയ്ത് പഴക്കമുണ്ടാക്കി കയറിയതല്ല, അതായിരിക്കും എന്നോടൊന്നും ചോദിക്കാത്ത. ഓക്കെ ദാറ്റ്സ് ഫൈൻ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എന്ന രീതിയിൽ ഞാനൊന്നും ആണെങ്കിലേ. പിന്നെ പകുതി നേരം ഞാൻ ഉറങ്ങിപ്പോയി കേട്ടോ. പിന്നെ ഞാനൊന്ന് എത്തി നോക്കിയപ്പോൾ മറ്റൊരു ബാക്ക് സൈഡാണ് എനിക്ക് കാണുന്നത്, ഒരു മിലിറ്ററി കട്ടൊക്കെ ആയിരുന്നു, ബാക്കിലോട്ട് ഇച്ചിരി നരയൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ എനിക്കന്ന് ഈ ക്രിക്കറ്റുമായിട്ട് കുറേ അകൽച്ച ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ നമുക്ക് ഈ MS ധോണി എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും മറ്റേ ഈ ഒരു ഹെയർ കട്ടാണ് എനിക്ക് ഓർമ്മയുള്ളത് ആ ഒരു സമയത്തൊക്കെ. അപ്പോൾ നമ്മൾ അറിയുന്നില്ലല്ലോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡായപ്പം ആക്ച്വലി എങ്ങനെയാണെന്ന് വെച്ചാൽ ലാൻഡ് ചെയ്തിട്ട് നമുക്ക് ഒരു ക്യാബ് വന്ന് അവരുടെ എയർലൈൻസിൻ്റെ ക്യാബ് വന്ന് നമ്മളെ കൊണ്ടുപോകുമായിരുന്നു എയർപോർട്ടിലോട്ട്. അങ്ങനെയായിരുന്നു. അപ്പം ക്യാബ് വന്നപ്പോഴത്തേക്കിന് ഈ പറയുന്ന ഈ വ്യക്തിയും ഫ്രണ്ടിൽ പോകുന്നുണ്ട്, ഞാൻ ബാക്കിൽ വരുന്നുണ്ട്. ഈ ഇറങ്ങുന്ന സ്ഥലം വന്നപ്പോഴത്തേക്കിന് ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് പ്രസ് ആൾക്കാർ നിരന്ന് ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ എന്നെ ഇങ്ങനെ മാറി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇച്ചിരി ബാക്കിലോട്ട് മാറി നിന്നപ്പോഴാണ് ഞാൻ നോക്കുന്ന ആരാന്ന്. അപ്പോൾ ഞാൻ ഫേസിലോട്ട് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നു, അയ്യോ ധോണിയാണോ ഇത്, ക്രിക്കറ്റർ. ഞാനോർത്ത് എൻ്റെ ദൈവം എത്ര നേരം ഞാൻ ട്രാവൽ ചെയ്ത്, എന്നുവെച്ചാൽ ഒറ്റയ്ക്കാണ്, വേറെ ആരും ഇല്ലായിരുന്നു അതിനകത്ത്. എനിക്ക് സംസാരിക്കാമായിരുന്നു, ഫോട്ടോ എടുക്കാമായിരുന്നു, ഒക്കെ ചെയ്യാമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, എനിക്ക് ഭാഗ്യങ്ങൾ അതുപോലെയാണ്, ഇങ്ങനെ വന്ന് ടേൺ എടുത്ത് പോകും. അതാണ് അവിടെയും സംഭവിച്ചത്. ജസ്റ്റ് മിസ് ചെയ്ത് ഞാൻ അതുപോലെ ഒരു റിഗ്രറ്റ് ഫീൽ എനിക്കിതുവരെ വേറെ ഒന്നിനും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെയാണ് ഞാൻ ധോണിയുടെ കൂടെ ട്രാവൽ ചെയ്തത്. അപ്പം പിന്നെ എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, മിസ്സായിപ്പോയി. പിന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ധോണിയെ പിക്ക് ചെയ്യാൻ വേണ്ടി വേറൊരു വണ്ടി വന്നു, ആളെ കൊണ്ടുപോയി. എൻ്റെ പുറകെ പ്രസ്സെല്ലാം കൂടെ ഒരു വണ്ടി കയറിപ്പോയി. പിന്നെ ഞങ്ങളെല്ലാം ബാക്കിയുള്ള ആൾക്കാരും എല്ലാം കൂടെ ചേർന്ന് വേറെ ഒരു ക്യാബിൽ കയറി എയർപോർട്ടിൽ പോയി ഇറങ്ങുമായിരുന്നു. ഞാൻ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിയിട്ട് ഞാൻ എൻ്റെ ബ്രദറിനോട് പറഞ്ഞു ഇതുപോലെ ധോണി. അന്നേരം അവൻ പറഞ്ഞു, അയ്യോ എന്ത് പണിയായി കാണിക്കുന്നത്, ഇന്നാണ് CSKയുടെ അന്നായിരുന്നു അവിടെ CSKയുടെ എന്തോ പ്രസ് മീറ്റോ എന്തോ മറ്റേ സെലക്ഷനോ എന്തോ ആയിരുന്നു. അപ്പം മറ്റേ ഈ IPL ഒക്കെ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന സമയമായിരുന്നു. ബാക്ക് ഇൻ 2013 ആയിരുന്നു കേട്ടോ ഞാനീ പറയുന്നത്, 2013 അപ്പോഴായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്കൊരു വലിയൊരു മിസ്ലക്ക് സംഭവിച്ചു. അപ്പോൾ അത് ഞാൻ ഈയിടെയായിട്ട് ഞാൻ ഇങ്ങനെ പറയാറുണ്ട് എൻ്റെ ഹസ്ബൻഡിനോട്. അപ്പോൾ ഹസ്ബൻഡ് പറയുന്നത്, ഈ ട്രാവൽ ചെയ്തു എന്ന് പറയേ വേണ്ട ഇനി, അതങ്ങ് മറന്നേരം എന്ന രീതിയിൽ. പക്ഷേ എനിക്ക് എപ്പോഴും ഭയങ്കര ഒരു റിഗ്രറ്റ് ഫീലാണ്. ആയിക്കൂടെ എന്ന് വെച്ചാൽ ഒത്തിരി സമയം ആർക്കും അങ്ങനെ കിട്ടത്തില്ലല്ലോ. ഞാനന്ന് പകുതി നേരം ഉറങ്ങിയും പോയി. അല്ലാതെ ഞാൻ എത്തി നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ തിങ്ക് ചെയ്തില്ല കേട്ടോ. മുടിയും ഗ്രേ ഹെയറും ഒക്കെ കണ്ടപ്പോൾ ഞാൻ തീരെ തിങ്ക് ചെയ്തില്ല. നമുക്ക് ഒരു ശകലം പോലും അങ്ങനെ ഒരാളായിരിക്കും, ഞാൻ വല്ല ബിസിനസ് മാനൊക്കെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചത്. അപ്പം അതായിരുന്നു കേട്ടോ എൻ്റെ ആ ഒരു ഇൻസിഡൻറ്റ്. അടുത്ത ഞാൻ എന്തെങ്കിലും ഒരു കണ്ടൻറ്റുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു, ബൈ.